എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ ഈ ജീവിതത്തിൽ സെറ്റിലാവുക എന്നത്. അതൊരു പ്രഷറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20-25 വയസ്സ് മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഫ്യൂച്ചർ പ്ലാനിങ്. നല്ലൊരു ജോലി വേണം, നല്ലൊരു റിലേഷൻഷിപ്പ്, അങ്ങനെ 5 ഇയർ പ്ലാൻ, 10 ഇയർ പ്ലാൻ, റിട്ടയർമെൻറ്റ് പ്ലാൻ വരെ. എന്താണല്ലോ ഇതൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യണം എന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫിഗർ ഔട്ട് ചെയ്യാത്തപ്പോഴാണ് ലൈഫിൽ കുറച്ചും കൂടി ഫ്രീഡം കിട്ടുക എന്നത്. ലൈഫിൽ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആവില്ല കാര്യങ്ങൾ വരുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരും. നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട്. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ പ്ലാനൊക്കെ തകർത്ത് തരിപ്പണാക്കുന്ന ചില നിമിഷങ്ങൾ. വിചാരിച്ച ജോലി സെറ്റായിട്ടുണ്ടാവില്ല, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക, ഇതൊക്കെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു വലിയ ഫെയിലറാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന നിമിഷം. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ? നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലാണ് വരുന്നതെങ്കിൽ ഇതിനെ ഒരു ഇൻവിറ്റേഷനായിട്ട് ഞാൻ കാണും. എന്ന് വെച്ചാൽ ആ സ്റ്റോറി റീറൈറ്റ് ചെയ്യാനുള്ള ടൈമായി അതിനെ മാറ്റും. എങ്ങനെ? ആ ഒരു നോയ്സൊക്കെ ഒന്ന് കുറയുമ്പോൾ കോൺസ്റ്റൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നില്ല. ആൻഡ് ഇനി എന്ത് ആ ഒരു എൻലെസ് ചേസ് ഒന്ന് കുറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കാൻ തുടങ്ങും. ശരിക്കുള്ള നമ്മളുടെ വേറൊരു വേർഷനെ നമ്മൾ കാണാൻ തുടങ്ങും. ദി റോ അൺഎഡിറ്റഡ് വേർഷൻ. മറ്റുള്ളവരുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നിങ്ങളായിരിക്കില്ല അത്. ദി റിയൽ വൺ വിത്ത് ഡൗട്ട്സ്, ഡ്രീംസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ആൻഡ് അങ്ങനെയൊരു സിറ്റുവേഷനാണ് സെൽഫ് അവെയർനെസ് ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നിമിഷം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റിയ പഴയകാല മിസ്റ്റേക്സ്, ഇൻസെക്യൂരിറ്റീസ്, എപ്പോഴൊക്കെയോ ഉപേക്ഷിച്ച ആ ഒരു ഡ്രീംസ് ഒക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ഒപ്പം വിസ്ഡം, പോസിബിലിറ്റീസ് ആൻഡ് നിങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിക്കാത്തത് പലതും തെളിഞ്ഞു വരാൻ തുടങ്ങും. നമ്മുടെ സൊസൈറ്റിക്ക് എപ്പോഴും ആളുകളെ ലേബിൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അയാൾ ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യാനാ, ഇല്ലെങ്കിൽ താനോ നല്ല ഏജ്ഡ് ആയില്ലേ, നല്ല ലേറ്റായി, ഇനിയൊക്കെ ഈ കാര്യത്തിലോട്ടൊന്നും തിരിയാതിരിക്കുന്നതാവും നല്ലത്. അങ്ങനെ. ബട്ട് ദ ട്രൂത്ത് ഈസ് ദർ ഈസ് നോ ടൈം ലൈൻ. ഒന്നിനും ഒരു ടൈം ലൈൻ ഒന്നുമില്ല. എല്ലാം നഷ്ടമായി എന്ന് തോന്നുന്നിടത്തുനിന്നാവും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം. ഒരു ഉറപ്പുമില്ലാത്ത സിറ്റുവേഷനിൽ നിന്നാവും നിങ്ങൾ വളരുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതിൻ്റെ സന്തോഷം വീണ്ടെടുക്കുന്നതും. അപ്പോൾ മൊത്തം ഫിഗർ ഔട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് ആ കമ്പാരിസൺ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലോർ ഈ വേർഡ് അത്ര നിസ്സാരക്കാരനല്ല. ശരിക്കും ഈ വേർഡിൻ്റെ ഡീപ്പ് മീനിങ് മനസ്സിലാക്കിയാൽ ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് നമ്മുടെ റിയൽ ലൈഫിൽ വേറെ ഉണ്ടാകില്ല. പെർഫെക്ഷന് വേണ്ടി ജീവിക്കാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എന്തിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇന്ന് എങ്ങനെയാവണം എൻ്റെ ഡേ. ചില ഡേയ്സ് അതിൻ്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത് ആംബിഷൻ, എക്സ്പ്ലോറേഷൻ, ബോൾഡ് ചോയ്സസ് ഇതൊക്കെ ആവാം. വേറെ ചില ഡേയ്സ് റെസ്റ്റ് എടുക്കുക, റിഫ്ലക്ഷൻ, സിമ്പിൾ മൊമെൻറ്റ്സ് ഓഫ് ലാഫ്റ്റർ. ഇത് രണ്ടും നല്ലതാണ്. സോ സർപ്രൈസിങ് ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി എന്നത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഒന്നുമല്ല, മറിച്ച് നിങ്ങൾ ജീവിക്കേണ്ട ഒരു സ്പേസാണത്. അവിടെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഫോം ആവുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത പാഷൻസ് റിവീൽ ആവുന്നത്. ലൈഫ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ജേർണി. സോ എല്ലാ കാര്യങ്ങളും ഫിഗർ ഔട്ട് എന്നൊരു പ്രഷർ നിങ്ങൾക്കുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. ദർ ഇസ് എ മാജിക് ഇൻ നോട്ട് നോയിങ്. ഇറ്റ്സ് എ കറേജ് ഇൻ സ്റ്റാർട്ട് അഗെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.